Next section 9.3 Curvature and Components of Acceleration. പ്രീവിയസ് സെക്ഷനിൽ ഒരു സ്മൂത്ത് കർവിന്റെ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഈ സെക്ഷനിൽ ആക്സിലറേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിനു മുൻപ് ഒരു സ്മൂത്ത് കർവിന്റെ കർവേച്ചർ എന്താണെന്ന് നോക്കാം. ഒരു കർവ് എത്രത്തോളം കർവ്ഡ് ആണ് എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് കർവേച്ചർ. കർവേച്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപ് അത് ഡിഫൈൻ ചെയ്യുവാൻ ആവശ്യമായ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്മൂത്ത് കർവ് സി യെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വെക്ടർ ഫംഗ്ഷൻ ആണ് വെക്ടർ ആർ ഓഫ് ടി എന്ന് വിചാരിക്കുക. ദെൻ അറ്റ് എനി ടൈം ടി വെക്ടർ ആർ ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയ കർവ് സിയിലെ പോയിന്റിൽ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി കർവിനോട് ടാൻജന്റ് ആയിരിക്കുമെന്ന് സെക്ഷൻ 9.1 നമ്മൾ കണ്ടിരുന്നു. നമുക്കറിയാം ഫോർ എനി വെക്ടർ എ ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ എ എന്നുള്ളത് വെക്ടർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണെന്ന്. സോ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി എന്നുള്ളത് വെക്ടർ ആർ ഡാഷ് ഓഫ് ടിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഈ വെക്ടറും കർവ് സിയോട് ടാൻജന്റ് ആയിരിക്കും. ഈ വെക്ടറിനെയാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് വെക്ടർ ടി ഓഫ് ടി എന്നാണ്. സോ അറ്റ് എനി ടൈം ടി വെക്ടർ ടി ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി is a unit tangent vector to the smooth curve C determined by vector r of t. ഒരു സ്മൂത്ത് കർവിനെ അതിന്റെ ആർക്ക് ലെങ്ത് എസിന്റെ ടേമിൽ പാരാമീറ്ററൈസ് ചെയ്താൽ വെക്ടർ ആർ ഡാഷ് ഓഫ് എസ് ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓൾസോ വെക്ടർ ആർ ഡാഷ് ഓഫ് എസ് കർവിനോട് ടാൻജന്റുമാണ്. ഈ കേസിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കുവാൻ ജസ്റ്റ് വെക്ടർ ഡി ആർ ബൈ ഡി എസ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഒരു കർവിന്റെ ആർക്ക് ലെങ്ത് എസിന്റെ ടേമിലുള്ള പാരാമീറ്ററൈസേഷൻ വെക്ടർ ആർ ഓഫ് എസ് അറിയാം എന്നുണ്ടെങ്കിൽ ആ കർവിലെ പോയിന്റ്സിലെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കുവാൻ വെക്ടർ ഡി ആർ ബൈ ഡി എസ് കണ്ടുപിടിച്ചാൽ മതി. ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ ബൈ ചെയിൻ റൂൾ വെക്ടർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെക്ടർ ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി വിച്ച് ഇംപ്ലൈസ് ഡി ആർ ബൈ ഡി എസ് ഈക്വൽ ടു വെക്ടർ ഡി ആർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എസ് ബൈ ഡി ടി. വെക്ടർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓഫ് ടിയും ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടിയും ആയതുകൊണ്ട് വെക്ടർ ഡി ആർ ബൈ ഡി എസ് ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി. ഇത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സോ വെക്ടർ ഡി ആർ ബൈ ഡി എസ് ഈക്വൽ ടു വെക്ടർ ടി ഓഫ് ടി. നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് വെരിഫൈ ചെയ്തെന്ന് മാത്രം. സോ ഒരു കർവിന്റെ ആർക്ക് ലെങ്ത് എസിന്റെ ടൈമിലുള്ള പാരാമീറ്ററൈസേഷൻ അറിയാം എന്നുണ്ടെങ്കിൽ ആ കർവിലെ ഏതൊരു പോയിന്റിലെയും യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കുവാൻ വെക്ടർ ഡി ആർ ബൈ ഡി എസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്കൊരു സ്മൂത്ത് കർവിന്റെ കർവേച്ചർ ഡിഫൈൻ ചെയ്യാം. ഒരു സ്മൂത്ത് കർവിനെ ആർക്ക് ലെങ്ത് എസിന്റെ ടൈമിൽ പാരാമീറ്ററൈസ് ചെയ്തിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആ കർവിന്റെ പോയിന്റ് P1 മുതൽ പോയിന്റ് P3 വരെയുള്ള പോർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. പാരാമീറ്റർ എസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് യൂണിറ്റ് ടാൻജന്റ് വെക്ടറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. കാരണം എല്ലാ യൂണിറ്റ് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ബട്ട് അതിന്റെ ഡയറക്ഷനിൽ ചേഞ്ചസ് ഉണ്ടാവാം. പാരാമീറ്റർ എസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കർവ് സിയിലൂടെ മൂവ് ചെയ്യും. ഇവിടെ പോയിന്റ് P1 നിന്നും പോയിന്റ് P2 എത്തുമ്പോഴേക്കും യൂണിറ്റ് ടാൻജന്റ് വെക്ടർ വെക്ടർ ടിയുടെ ഡയറക്ഷനിൽ ചെറിയൊരു ചേഞ്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബട്ട് പോയിന്റ് P2 നിന്നും പോയിന്റ് P3 എത്തുമ്പോഴേക്കും യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടിയുടെ ഡയറക്ഷൻ ഒരുപാട് ബെൻഡ് ചെയ്തിട്ടുണ്ട്. കർവ് സി ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ എല്ലാ പോയിന്റിലും യൂണിറ്റ് ടാൻജന്റ് വെക്ടർ വെക്ടർ ടിക്ക് സെയിം ഡയറക്ഷൻ ആയിരിക്കും. കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കുന്നതിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് ആ കർവിന്റെ കർവേച്ചർ. ഫോർമുലയിൽ കർവിന്റെ കർവേച്ചർ ഡിഫൈൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് എസിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ്. അതായത് നോം ഓഫ് വെക്ടർ ഡി ടി ബൈ ഡി എസ്. നമുക്ക് ഫോർമുല ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ 9.3.1 കർവേച്ചർ. ലെറ്റ് വെക്ടർ ആർ ഓഫ് ടി ബി എ വെക്ടർ ഫംഗ്ഷൻ ഡിഫൈനിങ് എ സ്മൂത്ത് കർവ് സി ഇഫ് എസ് ഈസ് ദി ആർക്ക് ലെങ്ത് പാരാമീറ്റർ and vector t equal to vector dr by ds is the unit tangent vector. Then the curvature of C at a point is kappa of s equal to norm of vector dt by ds. സാധാരണയായിട്ട് ഒരു കർവിന്റെ ആർക്ക് ലെങ്ത്തിന്റെ ടൈമിലുള്ള പാരാമീറ്ററൈസേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യാറുള്ളത്.
ആ കേസിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ബൈ ചെയിൻ റൂൾ വെക്ടർ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു വെക്ടർ ഡി ടി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ആയതുകൊണ്ട് വെക്ടർ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു വെക്ടർ ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എസ് ബൈ ഡി ടി എന്ന് കിട്ടും. ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടിയും വെക്ടർ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു വെക്ടർ ടി ഡാഷ് ഓഫ് ടിയും ആയതുകൊണ്ട് വെക്ടർ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു വെക്ടർ ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി. വെക്ടർ ഡി ടി ബൈ ഡി എസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കർവേച്ചർ കാപ്പ. വെക്ടർ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു വെക്ടർ ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ആയതുകൊണ്ട് നോം ഓഫ് വെക്ടർ ഡി ടി ബൈ ഡി എസ് ഈക്വൽ ടു നോം ഓഫ് വെക്ടർ ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. സോ കർവേച്ചർ കാപ്പ ഓഫ് ടി ഈക്വൽ ടു നോം ഓഫ് വെക്ടർ ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി. ഈ ഫോർമുലയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി കർവേച്ചർ ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് എ. റേഡിയസ് എ യൂണിറ്റ്സ് ഉള്ള ഒരു സർക്കിളിന്റെ കർവേച്ചർ കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. റേഡിയസ് എ യൂണിറ്റ്സ് ഉള്ള എല്ലാ സർക്കിൾസിന്റെയും കർവേച്ചർ സെയിം ആയിരിക്കും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സർക്കിൾ കൺസിഡർ ചെയ്ത് അതിന്റെ കർവേച്ചർ കണ്ടുപിടിച്ചാൽ മതി. റേഡിയസ് എ യൂണിറ്റ്സ് ഉള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വെക്ടർ ഫംഗ്ഷൻ നമുക്കറിയാം. വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ആദ്യം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാം. വെക്ടർ ടി ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി. ഹിയർ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു minus a sin t I plus a cos t j. So norm of vector r dash of t equal to root of a square sin square t plus a square cos square t, which is equal to a. So vector t of t equal to minus a sin t I plus a cos t j all divided by a, which is equal to minus sin t I plus cos t j. Now curvature kappa equal to norm of vector t dash of t divided by norm of vector r dash of t ആണ്. Vector t dash of t equal to minus cos ti minus sin t j. So norm of vector t dash of t equal to root of cos square t plus sin square t, which is equal to 1. Therefore at any point curvature of this circle kappa of t equal to 1 by a. So റേഡിയസിന്റെ റെസിപ്രോക്കൽ ആണ് ഒരു സർക്കിളിന്റെ കർവേച്ചർ. ഇതെല്ലാ സർക്കിൾസിനും ഹോൾഡ് ചെയ്യും. എല്ലാ സർക്കിൾസിന്റെയും കർവേച്ചർ അതിന്റെ റേഡിയസിന്റെ റെസിപ്രോക്കൽ ആണ്. റേഡിയസ് 2 യൂണിറ്റ്സ് ഉള്ള സർക്കിളിന്റെ കർവേച്ചർ 1/2 ആണ്. റേഡിയസ് 1/2 യൂണിറ്റ്സ് ആണെങ്കിൽ ആ സർക്കിളിന്റെ കർവേച്ചർ 1/1/2 ഇസ് ഈക്വൽ ടു 2. സോ സ്മോൾ റേഡിയസ് ഉള്ള സർക്കിളിന്റെ കർവേച്ചർ ലാർജ് ആയിരിക്കും. Then next question, find the unit tangent vector to the curve C determined by the vector function vector r of t equal to t cos t minus sin t I plus t sin t plus cos t j plus t square k. ഒരു കേവിന്റെ വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ കേവിലെ ആർബിട്രറി പോയിന്റിലെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ t of t equal to വെക്ടർ r dash of t divided by norm of vector r dash of t ആണ്. Here vector r dash of t equal to minus t sin t plus cos t minus cos t I plus t cos t plus sin t minus sin t j plus 2t k. That is vector r dash of t equal to minus t sin t I plus t cos t j plus 2t k. So norm of vector r dash of t equal to root of t square sin square t plus t square cos square t plus 4t square, which is equal to root of t square into sin square t plus cos square t plus 4t square. Sin square t plus cos square t equal to 1 ആയതുകൊണ്ട് which is equal to root of 5 into t square, which is equal to root 5t. Therefore unit tangent vector t of t equal to vector r dash of t divided by norm of vector r dash of t, which is equal to minus 1 by root 5 sin t I plus 1 by root 5 cos t j plus 2 by root 5 k.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി കർവേച്ചർ അറ്റ് എനി പോയിന്റ് ഓൺ ദി കർവ് ഹൂസ് വെക്ടർ ഇക്വേഷൻ ഈസ് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു 2 sin t I plus 2 cos t j plus 2t k. Curvature cap of t equal to norm of vector t dash of t divided by norm of vector r dash of t ആണെന്ന് നമുക്കറിയാം. നമുക്ക് ആദ്യം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ t of t കണ്ടുപിടിക്കാം. വെക്ടർ t of t ഈക്വൽ ടു വെക്ടർ r dash of t divided by norm of vector r dash of t ആണ്. Here vector r dash of t equal to 2 cos ti minus 2 sin t j plus 2k. So norm of vector r dash of t equal to root of 4 cos square t plus 4 sin square t plus 4, which is equal to root 8, that is 2 root 2. So unit tangent vector t of t equal to 1 by root 2 cos ti minus 1 by root 2 sin t j plus 1 by root 2k. Now vector t dash of t equal to minus 1 by root 2 sin t I minus 1 by root 2 cos t j. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോം ഓഫ് വെക്ടർ ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 by 2 sin square t plus 1 by 2 cos square t, which is equal to 1 by root 2. So curvature cap of t equal to norm of vector t dash of t divided by norm of vector r dash of t, which is equal to 1 by root 2 divided by 2 root 2, which is equal to 1 by 4.